നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഈ മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ജൂലൈ 20 പാർലമെന്റിലേക്ക് സമാധാനപരമായിട്ടുള്ള മാർച്ച് നടത്തുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം 20ാം ദിവസത്തിലേക്ക് ഇപ്പോൾ കടന്നപ്പോഴാണ് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നതാണ് ഈ യുവജന നേതൃത്വത്തിലുള്ള കോക്രോച്ച് പാർട്ടിയുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇതിനിടയിൽ കനത്ത മഴ ഉണ്ടായിരുന്നിട്ടൊക്കെ ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് ഈ ടർപോളിനുകളൊക്കെ കൊണ്ടുവരുന്നത് ഡൽഹി പോലീസ് തടഞ്ഞുവന്ന CJPയുടെ ചില ആരോപണങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. പുറത്തിറക്കിയ പ്രസ്താവനയിൽ CJP പറഞ്ഞത് ജൂലൈ 20 ജന്തർ മന്ദറിൽ നിന്ന് ഞങ്ങളുടെ ഒരു പാർലമെന്റ് മാർച്ച് ആരംഭിക്കുമെന്നും ജൂൺ 28 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന അക്കാദമിഷ്യനും കാലാവസ്ഥ പ്രവർത്തകനുമായിട്ടുള്ള സോനം വാങ്ചുക്കും ഈ മാർച്ചിൽ പങ്കുചേരുമെന്നാണ്. രാജ്യത്താകമാനമുള്ള വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ജനങ്ങളോടും ഈ മാർച്ചിൽ പങ്കുചേരുവാൻ വേണ്ടി കോക്രോച്ച് ജനതാ പാർട്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മത്സര പരീക്ഷയിലെ ആ ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് നടത്തുന്നതെന്നാണ്. കൂടാതെ സുതാര്യവും വിശ്വസനീയവുമായിട്ടുള്ള ഒരു പരീക്ഷാ സംവിധാനം വേണമെന്നും പ്രധാന രാജിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത സോനം വാങ്ചുക്ക് ഈ രാജ്യമെമ്പാടുമുള്ള ജനങ്ങളോട് ഈ മാർച്ചിൽ പങ്കുചേരുവാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. ഈ വിഷയം അത് ഉന്നയിക്കുവാൻ വേണ്ടി പാർലമെന്റ് ആണ് ശരിയായിട്ടുള്ള ഒരു വേദിയെന്നും അവർ പറയുകയാണ്. എന്റെ നിരാഹാര സമരം അത് അവസാനിപ്പിക്കുവാനുള്ള നിങ്ങളുടെ സന്ദേശങ്ങൾക്ക് നന്ദിയുണ്ട് എന്നും, പക്ഷേ ഇത് ആത്മഹത്യ ചെയ്ത 20 വിദ്യാർത്ഥികളെ ഒരിക്കലും സഹായിക്കില്ല എന്നും, ലഡാക്കിലെ പർവ്വതങ്ങളെയോ ഇന്ത്യയിലെ നദികളെയോ രക്ഷിക്കാൻ സഹായിക്കില്ല എന്നും, നിങ്ങൾക്ക് ശരിക്കും സഹായിക്കണമെങ്കിൽ നിങ്ങളുടെ ആ സുഖപ്രദമായിട്ടുള്ള സോഫയിൽ നിന്ന് സന്ദേശങ്ങൾ അയക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുവാൻ സാധിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന ഈ ജൂലൈ 20 ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് പാർലമെന്റിലേക്ക് സമാധാനപരമായിട്ടുള്ള ഒരു മാർച്ച് നടത്തുകയും ഈ വിഷയം ഉന്നയിച്ച് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MP-മാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ സോനം വാങ്ചുക്ക് തന്റെ പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ കനത്ത മഴ അവിടെ ഇപ്പോഴുണ്ടാകും. ടാർപോളിനുകൾ അവിടെ സ്ഥാപിക്കുവാൻ വിസമ്മതിച്ചതിന് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുന്ന പല വീഡിയോകളും CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ ഒരു വശത്ത് ഇങ്ങനെ ഉണങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച് വാട്ടർ പ്രൂഫ് ടെന്റുകളിൽ ഇരിക്കുന്ന പോലീസുകാരുടെ അവസ്ഥയും, മറുവശത്ത് അവിടത്തെ കനത്ത മഴയിൽ നനഞ്ഞു പോകുന്ന പ്രതിഷേധക്കാരുടെ അവസ്ഥയും, അത് രണ്ടും കൂടി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ ടാർപോളിനുകൾ സ്ഥാപിക്കുവാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. ഡൽഹി പോലീസ് ടാർപോളിനകത്തേക്ക് കൊണ്ടുവരുവാൻ അനുവദിക്കുന്നില്ല. രാത്രി മുഴുവൻ മഴ പെയ്തു. കഴിഞ്ഞ 10-15 ദിവസമായി നിരാഹാര സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇത് ആവശ്യമാണ്. കഴിഞ്ഞ 3 ദിവസമായി പ്രതിഷേധ സ്ഥലത്തേക്ക് ഇത്തരം ടാർപോളികൾ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഈ അഭിജിത്ത് ദീപ് പറയുന്നത്. മറ്റൊരു പോസ്റ്റിൽ ജന്തർ മന്ദറിൽ വന്ന് പ്രധാന രാജി ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ സമരത്തെ പിന്തുണച്ചതിന് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കും MP അരവിന്ദ് സാവന്തിനും മുതിർന്ന CPIM-ന്റെ നേതാവ് സുഭാഷിണി അലിക്കും അഭിജിത്ത് നന്ദി പറയുകയുണ്ടായി. മൺസൂൺ സമ്മേളനത്തിൽ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് അരവിന്ദ് സാവന്ത് പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകിയത്. അതേസമയം ആവർത്തിച്ചിട്ടുള്ള പരീക്ഷാ ക്രമക്കേടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, യുവാക്കൾ എന്നിവരോട് സുഭാഷിണി അലി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. സുതാര്യവും വിശ്വസനീയമായിട്ടുള്ള പരീക്ഷാ സമ്പ്രദായത്തിനും ആവർത്തിച്ചുള്ള പരാജയങ്ങൾക്ക് ഉത്തരവാദിത്വത്തിനും അതിനുവേണ്ടിയിട്ടുള്ള ആവശ്യത്തെയാണ് ഇരു നേതാക്കളും പിന്തുണച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച നിരാഹാരം തുടങ്ങിയ വാങ്ചുക്കിന്റെ ഈ ഭാരം കുറഞ്ഞതായിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷ
പേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയും തുടർന്ന് പരീക്ഷ ജൂൺ 21 മാറ്റുകയും ചെയ്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന വിദ്യാഭ്യാസ വിദഗ്ധനും പരിസ്ഥിതി പ്രവർത്തകനുമായ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഈ ദിവസങ്ങളിൽ ഇപ്പോൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക എന്നാണ് അവർ പറയുന്നത്. നിരാഹാര സമരത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ശരീരഭാഗം ഒരു 7-8 കിലോമീറ്റർ കുറഞ്ഞതായിട്ട് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്താണ് വാങ്ചുക്ക് നിരാഹാരം ഇപ്പോൾ അനുഷ്ഠിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥി സംഘടനകൾ, കർഷക സംഘടനകൾ, സിവിൽ സൊസൈറ്റി അംഗങ്ങൾ എന്നിവരൊക്കെ ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. 2025 ലഡാക്കിൽ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള ഒരു പ്രക്ഷോഭത്തിനിടെയാണല്ലോ സോനം അന്ന് അറസ്റ്റിലായത്. ലഡാക്ക് പ്രക്ഷോഭ നേതാവായിട്ടുള്ള സോനം വാങ്ചുക്കിന് അദ്ദേഹത്തിന്റെ മോചനം ഇപ്പൊ ലഭിച്ചിരിക്കുന്നു. കോക്രോച്ച് പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് നൽകിയ ഹർജിയിലാണ് നടപടി ഉണ്ടായത്. അത് കോടതിയിൽ കോക്രോച്ച് പാർട്ടിയുടെ വിജയമായിട്ടും അവർ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും ഒരു പ്രഹസനവും പരിഹാസവുമായിട്ട് മാറുകയാണ്. കഴിഞ്ഞ 16 ദിവസമായി നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വാങ്ചുക്ക് ശാരീരികമായി വളരെ പവർഫുൾ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെ ഈ 16 ദിവസം എങ്ങനെ ഈ ചുക്കിന് ഇരിക്കാൻ സാധിക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പറയും പോലെ ഈ രാത്രിയിൽ ടോർച്ചിന്റെ ഉള്ളിൽ പുട്ടുകൊണ്ടുവന്ന് കഴിച്ച ചില നിരാഹാര സമരത്തിന്റെ അനുഭവം അതുപോലെ ചരിത്രവുമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. നമുക്കിത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ഈ നിരാഹാര സമരം പര്യവസാനിക്കുന്നതെന്ന്. കഴിഞ്ഞ മെയ് മാസത്തിൽ തടഞ്ഞുവെച്ച തങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിന്റെ വിലക്ക് നീക്കിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിലെ CJP അവിടെ സ്വാഗതം ചെയ്യുകയും ഈ ഉത്തരവ് തങ്ങളുടെ പ്രസ്ഥാനത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഡിജിറ്റൽ അവകാശങ്ങൾക്കും ലഭിച്ച വലിയൊരു വിജയമാണെന്ന് CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ഈ പറയുകയാണ്. പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ സംയുക്ത കിസാൻ മോർച്ചയുടെ ഒരു പ്രതിനിധി സംഘവും കഴിഞ്ഞ ദിവസം ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കൽ, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, പരീക്ഷാ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി എന്നിവയുൾപ്പെടെയുള്ള പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾക്ക് കിസാൻ മോർച്ച പിന്തുണ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ സുരക്ഷാ സമ്പ്രദായത്തിലെ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ ജൂൺ 20 CJP പ്രതിഷേധം ആരംഭിച്ചത്. സമരങ്ങൾ ഇപ്പോൾ പുതിയ തലത്തിലേക്ക് മാറുകയാണ്. സമരത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടും പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും കോടതിയുടെ ഇടപെടലും ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്നും ഇതെല്ലാം നമുക്ക് നോക്കിക്കാണാവുന്നതാണ്.